ഹലോ, നമ്മളിന്ന് മത്തങ്ങ വെച്ചിട്ട് പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് കാണിക്കുന്നത്. ആദ്യം മത്തങ്ങ നല്ലോണം ഒരു വലിയ കത്തി ഉപയോഗിച്ച് വെട്ടി നുറുക്കുക. ഇത് കുറച്ച് കട്ടിയുള്ള സാധനമായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇതിങ്ങനെ വെട്ടി നുറുക്കാൻ. എന്നിട്ട് നമ്മളതിൻ്റെ ഉള്ളിലുള്ളത് 4 കഷ്ണമാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ കളയാം. വിത്തും നാരും അങ്ങനത്തെ സാധനങ്ങളൊക്കെ. മത്തങ്ങ ഇഷ്ടമില്ലാത്തവരൊക്കെ ഈ ഒരു പായസം എന്തായാലും കുടിക്കുന്നതായിരിക്കും. പിന്നെ ഇങ്ങനെ അതിൻ്റെ തോല് ചെത്തി കളയുക. എന്നിട്ടിങ്ങനെ കുഞ്ഞ് പീസായിട്ട് ഇത് തോലും ചെത്തി ഇതുപോലെ കുഞ്ഞ് പീസായിട്ട് മുറിച്ചിടുക. എന്നിട്ട് നല്ലോണം കഴുകുക. ഇത് ഒരു മത്തങ്ങ ഫുള്ളുണ്ട്. നല്ലോണം കഴുകി ഒരു ചെമ്പിൽ ഒരു പാത്രത്തിലിടുക. എന്നിട്ട് അതിനനുസരിച്ച് വെള്ളവും പിന്നെ തേങ്ങ വേണം, പിന്നെ ശർക്കര പാനി വേണം, പിന്നെ നമ്മുടെ അരി ഇങ്ങനെ അരിപ്പൊടി കുഴച്ചത്. ഇത് നന്നായിട്ട് ഈ മത്തങ്ങ വേവിച്ചത് നല്ലോണം ഉടക്കുക. നല്ലോണം ഉടച്ചതിന് ശേഷം നമ്മളെന്താക്കുക, ഈ അരിപ്പൊടി നല്ലോണം കുഴച്ചിട്ട് ഒരു ബോളാക്കി എടുക്കണം. കുഞ്ഞു ബോൾസാക്കി എടുക്കാനുള്ളതാണ്. അതുകൊണ്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴക്കണം. ഇങ്ങനെയാണ് ബോൾസായിട്ട് കുഞ്ഞു ബോൾസായിട്ട് നമ്മളെന്താക്കുക, ഈ അരിമാവ് കൊണ്ട് ബോൾസാക്കുക. മത്തങ്ങ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കൊക്കെ ഇത് കഴിക്കാം കേട്ടോ. മത്തങ്ങ അത്രക്കും നല്ലൊരു ഇതാണ്. ഇങ്ങനെ കുഞ്ഞു ബോൾസായിട്ട് ഇത് അപ്പച്ചമ്പിൽ ആവിയിൽ വെച്ച് വേവിക്കണം. ഞങ്ങളിവിടെ അടുപ്പിലാണ് വേവിക്കുന്നത്. നിങ്ങൾക്ക് ഗ്യാസിൽ വേവിക്കാം. പിന്നെ ആ തേങ്ങ ചിരകിയതൊന്ന് മിക്സീൻ്റെ ജാറിലിട്ട് ചതച്ചിട്ട് അതിലേക്ക് ഇടുക. ബെല്ലം, നേരത്തെ ശർക്കര പാനി അതും അതിലേക്ക് ഒഴിക്കുക. പിന്നെ നമ്മൾ ഈ കുഞ്ഞു ബോൾസാക്കി വെച്ച ബോൾസ് ഈ ഇതിൻ്റെ അകത്തേക്ക് ഇടണം. ഇതിപ്പോൾ ചൂടായതുകൊണ്ടാണ് മെല്ലെ ഇടുന്നത്. തണുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. നല്ലോണം ആക്കി കഴിഞ്ഞാൽ എല്ലാം കൂടി ഇനി മിക്സ് ചെയ്ത് ഒന്ന് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.